വെൽക്കം ടു അലാമി കിച്ചൺ. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ട് മീൻ ചുട്ടെടുക്കുന്നതാണ്. ഇത് കട്ട് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ വാങ്ങിയതാണ്. നമുക്കിത് വീട്ടിൽ തന്നെ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ടെല്ലാം എടുക്കാം. ഇതിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻ കട്ടിംഗ് ആണ്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മീൻ ആരും ചുട്ടിട്ടുണ്ടാവും തോന്നുന്നില്ല, കാരണം തല ഇല്ല, വാലുണ്ട്. പിന്നെ അതിൻ്റെ താഴെയുള്ള സൈഡിൽ മീനില്ല. നമ്മളത് കട്ട് ചെയ്തിട്ട് വേറെ തന്നെ ഫ്രൈ ചെയ്തെടുത്ത്, പിന്നെ നമ്മൾ മേലെ കാണുന്ന ഈ സൈഡിൽ മാത്രമേ ഇതിൽ ഫ്ലഷ് ഉള്ളൂ. അപ്പോൾ ആ ഭാഗത്ത് തന്നെ നമ്മൾ നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 4 കിലോ വരുന്ന മീനാണ്. അപ്പോൾ നല്ല സൈസിലുള്ള മീനാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു അടിഭാഗം കൂടി കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് അതിൻ്റെ വരട്ട ഭാഗത്ത് അതിൻ്റെ ഉള്ളിലെല്ലാം നല്ലതുപോലെ തേച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫിഷിൽ നമ്മൾ കൊടുക്കുന്നത് ബട്ടറാണ്. അപ്പോൾ ബട്ടർ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് മീൻ ചുട്ടെടുക്കുമ്പോൾ. ഇതിലേക്ക് ഏകദേശം ആദ്യം മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ടോട്ടലി 100 ഗ്രാം ബട്ടറാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു സൈഡിൽ കൊടുക്കുന്നത് ഒരു 80 ഗ്രാം ബട്ടർ ആദ്യം ഇതിൻ്റെ മേലിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. അടിയിൽ കുറച്ച് തേച്ചാൽ മതി, കാരണം അടിയിൽ മീനിൻ്റെ ഫ്ലഷ് ഒന്നും ഇല്ലല്ലോ അടിയിൽ, അതുകൊണ്ട് അത്രയും തേച്ച് കൊടുത്താൽ മതി. നമ്മൾ ചുട്ടെടുക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ്. നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഗ്രില്ലോ ഓവണോ അല്ലെങ്കിൽ ചാർക്കോളോ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മളൊരു ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ചുട്ടെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ചുട്ടെടുക്കാൻ പോകുന്നത്. മേലെ നമ്മൾ ഒരു ആ മീനിൻ്റെ ഫ്ലഷുള്ള ഭാഗത്ത് നന്നായിട്ട് മസാല പിടിപ്പിച്ച് അതിൽ തന്നെ കുറച്ചെടുത്തിട്ട് നമുക്ക് താഴെ മറ്റേ സൈഡിലും കൂടി പിടിപ്പിച്ച് കൊടുക്കാം. അതിൽ പ്രത്യേകിച്ചിട്ട് അതിൻ്റെ മേലിലുള്ള ഫ്ലഷ് തന്നെ ഉള്ളൂ, അടിയിൽ മുള്ളിൻ്റെ ഭാഗമാണ്. ഒരു ഭാഗത്ത് മാത്രമല്ലേ മീനുള്ളൂ. അപ്പോൾ കുറച്ചും കൂടിയും ബട്ടർ ഞാൻ പറഞ്ഞില്ലേ 100 ഗ്രാം എടുത്ത് അതിൽ 1/4 ഭാഗം അതിലെടുത്ത് ബാക്കിയുള്ളത് ഈ ഒരു ഭാഗത്ത് നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റുള്ള മീനാണിത്. അപ്പം ബട്ടറും കൂടിയും വരുമ്പോൾ നല്ലൊരു അതിലും കൂടുതൽ സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടാൻ ബട്ടർ യൂസ് ചെയ്യുമ്പോൾ. നമ്മളൊരു 2-3 പീസെല്ലാം താഴെ വെച്ചിട്ടാണ് മീൻ അതിൻ്റെ മേലെ വെച്ചിട്ട് മസാലയെല്ലാം വെച്ച് കൊടുത്തത്. മേലയിലും അതുപോലെ തന്നെ ഒരു ഇല എടുത്തിട്ട് വാട്ടിയതിന് ശേഷം മേലെ കവർ ചെയ്തിട്ട് വേണം ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് കവർ ചെയ്തെടുക്കാൻ. കാരണം നമ്മൾ ഇതിൽ ബട്ടർ ഇട്ടുകൊണ്ട് അതിൻ്റെ ജ്യൂസ് പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. ഒരു 2-3 ഇല വെച്ചിട്ട് തന്നെ വേണം ഇത് കവർ ചെയ്തെടുക്കാൻ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മീനെല്ലാം നന്നായിട്ട് കെട്ടി നല്ല സേഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫോയിൽ പേപ്പറിലും കൂടി കവർ ചെയ്തെടുക്കണം. ഫോയിൽ പേപ്പറും അതുപോലെ തന്നെ 2-3 പീസ് വെച്ചിട്ട് വേണം നമ്മൾ കവർ ചെയ്തെടുക്കാൻ. നന്നായിട്ട് ഫോയിൽ പേപ്പറിലും കൂടി കവർ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്തായാലും. അതിന് ശേഷമാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസിൻ്റെ ബർണറിൽ തന്നെ നേരിട്ടിട്ടാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. എന്നിട്ടൊരു 10 മിനിറ്റ് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഫോയിൽ പേപ്പറിൽ നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് പൊട്ടിപ്പോയിട്ട് പിന്നെ അതിലുള്ള മീനിൻ്റെ ജ്യൂസെല്ലാം പുറത്തേക്ക് പോകും. അതുകൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് തന്നെ കൊടുക്കണം.
എന്നിട്ട് ഇതുപോലെ ബർണറിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു കല്ലിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്തത് നമ്മുടെ റൊട്ടിയെല്ലാം ചുടുന്ന നല്ല കട്ടിയുള്ള ഒരു ഇരുമ്പിൻ്റെ കല്ലാണ്, അതിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ദോശ ചുടുന്ന വലിയ കല്ലെല്ലാം ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുക്കാം. ഇതിപ്പം വലിയ മീനായതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട്. ചെറുതലാണെങ്കിൽ നമുക്ക് ഗ്യാസ് ടോപ്പിൽ തന്നെ വെച്ചിട്ട് ചുട്ടെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡിൽ മാത്രം അതിൻ്റെ ഫ്ലഷ് ഉള്ളതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ ഈസിയാണ്. രണ്ട് ഭാഗത്തും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചുട്ടെടുക്കാം. ഇത് മീൻ ചുട്ടെടുക്കാൻ നമുക്ക് സൗകര്യങ്ങളില്ലാന്ന് വിചാരിച്ചിട്ട് ആരും മീൻ ചുട്ടെടുക്കാണ്ട് നിൽക്കണ്ട. ഇതുപോലെ നമുക്കുള്ള സൗകര്യങ്ങൾ വെച്ചിട്ട് നമുക്കത് യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഫുഡാണെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല അതിൻ്റെ മണം തന്നെ ഭയങ്കര നല്ല ടേസ്റ്റി ആയിട്ടുള്ള മണമാണ്. കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ മീനിൽ നമ്മൾ പുരട്ടിയിട്ടുള്ള മസാലയെല്ലാം അതിൽ തന്നെ പിടിച്ചിട്ട് മീനിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ പിന്നെ അതിൽ ബട്ടർ ഇട്ടുകൊണ്ട് മീനിൽ നല്ല സോഫ്റ്റുമാണ്. അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ നല്ല അടിപൊളിയാണ് ഈ ഒരു മസാല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മൾ ചൂടാനെല്ലാം മീൻ വാങ്ങിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വാങ്ങാൻ നോക്കുക. അപ്പോഴാണ് നമുക്കതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിപ്പോൾ നല്ല അടിപൊളി ഫ്രഷ് മീനാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.